കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനിവിടെ മിസ് ചെയ്യുന്നത് ദർശനയുടെ പാരന്റ്സിനെയാ. ഞാൻ പോയി സംസാരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണക്കൂട്ടുന്നത് ഭീകരജീവിയായിട്ട് തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അവർക്കും. ഒരു വലിയ കുടുംബമാണ്, ഒരു ഒന്നൊന്നര കുടുംബം. കേരളത്തിന്റെ അല്ല, ഭാരതത്തിന്റെ അഭിമാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ജോബി ഒരു മന്ത്രിയായിരുന്നെങ്കിൽ, ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പഠിക്കുന്ന കാലത്ത് തുടങ്ങി ഏത് പെമ്പിളരെ കണ്ടാലും നീ ഒന്ന് ഓടി പണിയെന്ന് പറഞ്ഞുകൊണ്ട് പോവുള്ളൂ. അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. പക്ഷേ 10-28 വയസ്സായപ്പോ ഇങ്ങനത്തെ ഒരു വയ്യാവേലി ചെന്ന് ചാടുമെന്ന് എനിക്ക് വിചാരം ഉണ്ടായില്ല. Camry Ice Cream Love Has Many Flavors and the East Tea Co-Presents Yanum Ende Aalum Co-Powered by Pooja Ragini Cosmetic Partner Dazzler Eterna Way to Stardom Special Partner Vegaland Home. So ആദ്യമായിട്ട് നമ്മുടെ ഫാമിലി റൗണ്ടിലേക്ക് കടന്നു വരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോബി ചേട്ടൻ ആൻഡ് സൂപ്പർ സൂസൻ. ജോബി ചേട്ടാ, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ, ജുബയൊക്കെ ഇട്ട്. അല്ല ശരിയാണ്, കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് കണ്ടിട്ട് ആൾക്കാർ എന്ത് പറഞ്ഞു? ആട് തോമ. ഞാൻ ആട് തോമയുള്ളൂ, ആടിയത് ചേച്ചിയല്ലേ? എന്ത് പറഞ്ഞു ചേച്ചി എല്ലാരും കണ്ടിട്ട്? എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ശരി ജോബി ചേട്ടാ, ഈ ഫാമിലിയിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ഉള്ളത്? മക്കളെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതെ, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഒരു വലിയ കുടുംബമാണ്, ഒരു ഒന്നൊന്നര കുടുംബം. ആണോ? ഓക്കെ, എല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാരും വന്നിട്ടുണ്ട്. ശരി, എന്നാൽ നമുക്ക് അവരെയും കൊണ്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്നേഹത്തോടെ ജോബി ചേട്ടന്റെ ആ വലിയ കുടുംബത്തെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ കത്തപ്പെണ്ണ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ കത്തപ്പെണ്ണ. ഇളം കരിക്കിന്റെ കണ്ണ് കുത്തുമ്പോ തെരച്ച് തുള്ളണം ഇന്ത പെണ്ണ. വാ തട്ടാളി മുട്ട മുട്ടാളി തട്ടിക്കോട് മുട്ടിക്കോട് മുട്ടിക്കോട് ചോട്ടായി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കുമ്പത്തെ കത്തപ്പെണ്ണ. ജോബി ചേട്ടൻ ശരിക്കും നമുക്കൊരു സർപ്രൈസ് തന്നാണ്. ഇതാണ് ജോബി ചേട്ടന്റെ ചെറിയ വലിയ ഫാമിലി അല്ലേ? അതെ അതെ അതെ. നമ്മൾ എല്ലാരും ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ജോബി ചേട്ടൻ ഇങ്ങനെ മാറി ചിന്തിക്കാൻ എന്താണ് തോന്നിയത്? ഞങ്ങൾക്കൊരു വലിയ സൗഹൃദമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണിതെല്ലാം. അപ്പോൾ ഞങ്ങളെല്ലാരും കൂടെ ഒരു കൂട്ടായ്മയുണ്ട്, ചെറു മാനവ സംഘം. കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉള്ളവരുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പായി ഒന്ന് കൂടുകയും ലിറ്റിൽ പീപ്പിൾ ഓഫ് കേരള എന്നൊരു സംഘടന രൂപീകരിക്കും. അതിന്റെ പ്രസിഡന്റ് ഞാനാണ്. പ്രസിഡന്റ് ആണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്? ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട്. ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ ഞങ്ങള് സമൂഹ മാധ്യമത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയും അതിന് പരിഹാരങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളുടെ ഇടയിലെ കല്യാണങ്ങള് എല്ലാം ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം എല്ലാവരും കൊണ്ടാടുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് കൊണ്ട് പലർക്കും പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കല്യാണം കഴിച്ച ആളുകൾ ഉണ്ടോ? കപ്പിൾസ് ഉണ്ടോ? അതാരൊക്കെയാണ്? ഒന്നിത് മറ്റൊരു ഞാനും എന്റെ ആളും. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ.
ഇവരുടെ സ്ഥലം വയനാടാണ്, ഞാൻ തിരുവനന്തപുരം. എൻ്റെ ഒരു അനീഷ്, ഞാൻ ആലപ്പുഴ അമ്പലപ്പുഴയിലാണ്. ഇത് എൻ്റെ ഭാര്യ രഞ്ജിനി, നൂർനാടാണ്. ഇത് ഞങ്ങളുടെ മകൻ ഗുരുനിശ്ചിതൻ. എൻ്റെ പേര് സനല്, ഞാൻ ഇടുക്കി ജില്ലയിലാണ്. ഇത് വൈഫ് ഡിനി, അവർ ആലപ്പുഴ ജില്ലയാണ്. ഇപ്പം ഇടുക്കി ജില്ലയിലായിട്ട് താമസം വന്നിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ, അപ്പൊ ഇവിടെ കുറെ അധികം ഞാനും എന്റെ ആൾക്കാരും ഉണ്ടല്ലോ ഇപ്പൊ. അതെ അതെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നല്ലൊരു കൂട്ടായ്മ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതില് ഭയങ്കര സന്തോഷമുണ്ട്. പല തരത്തിലുള്ള ജോലിയുള്ളവരുണ്ട്, എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അജയൻ ചേട്ടൻ നിൽക്കുകയാണ്, ലോട്ടറിയാണ്, ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ്. നെടുമങ്ങാടാണ് സ്വദേശം. എന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട്. എനിക്ക് ലോട്ടറി കച്ചവടമാണ്. പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നെക്കാളും നല്ല പൊക്കമുണ്ട്. പൊക്കം എന്ന് പറഞ്ഞ ഒരു 6 അടി പൊക്കമുണ്ട്, സത്യമാ. പിന്നെ എന്റെ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ഭർത്താവ് ഞാനും, ഏറ്റവും പൊക്കം കൂടിയ ഭാര്യ എന്റെ ഭാര്യ. അങ്ങനെ ഒരു ഗിന്നസ് ബുക്കിൽ ഒരു ചാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഞങ്ങളുടെ ലിറ്റിൽ പീപ്പിൾ കേരളയിലെ പ്രസിഡന്റ് ജോബിച്ചേട്ടന്റെ നേതൃത്വത്തിൽ എൻ്റെ മൂത്ത മകളുടെ വിവാഹം, അതായത് എൻ്റെ 2 മക്കളിലും എന്നെ പോലെ ഹൈറ്റ് കുറവാണ്, പെൺകുട്ടികളാണ്. മൂത്ത മോളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ജോബിച്ചേട്ടന്റെ നേതൃത്വത്തിൽ എൻ്റെ മോളുടെ വിവാഹത്തിന് നല്ലൊരു ധനസഹായം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും തന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ജോബിച്ചേട്ടൻ്റെ ഈ പ്രോഗ്രാം ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം എൻ്റെ കാല് മുട്ട് വേദന പ്രശ്നമായിട്ട് ഇപ്പോൾ ജോബിച്ചേട്ടൻ പിടിച്ചോണ്ടിരിക്കുന്നത് അതാണ് സത്യം. താനെ നിൽക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ ആയിരുന്നിട്ട് പോലും ജോബിച്ചേട്ടൻ ഈ പ്രോഗ്രാം വിളിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധനയും ബഹുമാനം കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നതാണ്. സന്തോഷം. കാരണം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ജോബിച്ചേട്ടനെ. കാരണം ഞങ്ങളുടെ ഈ അത്ഭുതദ്വീപ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോബിച്ചേട്ടനുമായിട്ട് നല്ലൊരു ഫ്രണ്ടാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നെടുമങ്ങാട് എന്നുള്ളൊരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് ജോബിച്ചേട്ടൻ വന്നു. അപ്പോൾ ജോബിച്ചേട്ടൻ ഞാനുമായിട്ട് അത്ര പരിചയമില്ല. ഈ സ്റ്റുഡിയോ നടത്തുന്നത് എൻ്റെ കൂടെ പഠിച്ച പയ്യൻ്റെ മോനാണ് സ്റ്റുഡിയോ നടത്തുന്നത്. ജോബിച്ചേട്ടൻ ഉദ്ഘാടനത്തിന് വന്നു പറഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചത്, നിന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്, നീ കാണാൻ വരുന്നോ? വെറുതെ കാണാനാ പോയത്. പക്ഷെ ജോബിച്ചേട്ടൻ എന്നെ വിളിച്ചു ആ ഭദ്രദീപം കൊളുത്തിയപ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തി. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജോബിച്ചേട്ടനിൽ നിന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേർക്ക് പറയാനുണ്ട്. അത് സത്യമായ കാര്യമാണ്. ഈ ചിരിച്ച മുഖമല്ലാതെ ഞങ്ങളുടെ ഗ്രൂപ്പിലെന്നല്ല, ഈ ഒരു വ്യക്തികൾ ഈ ചിരിച്ച മുഖമല്ലാതെ കറുത്ത മുഖം ആരും കണ്ടു കാണില്ല. അത്ര സാമർഥ്യമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ചേച്ചി, ജോബിച്ചേട്ടൻ്റെ ഭാര്യ, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഞങ്ങൾ പെരുമാറുന്നു. വീട്ടിലൊക്കെ ചെന്ന ചേച്ചിയുടെ ആ ചിരിയുണ്ടല്ലോ, നമ്മളൊരു പാൽപ്പായസം കുടിച്ചതിന്റെ ഒരു തൃപ്തിയാണ്. അത്ര സോഷ്യലാണ്. ബാക്കി കാര്യങ്ങൾ നമ്മളെ കൂട്ടുകാരെല്ലാരും ജോബിച്ചേട്ടനെ കുറിച്ച് പറയും. ജോബിച്ചേട്ടനെ കുറിച്ച് പറയണമെങ്കിൽ തിരുവനന്തപുരത്തിന്റെ അല്ല, കേരളത്തിന്റെ അല്ല, ഭാരതത്തിന്റെ അഭിമാനമാണ് ജോബിച്ചേട്ടൻ. അതുപോലെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ചേട്ടൻ ഒരുപാട് പ്രോഗ്രാമുകൾ എനിക്ക് പിടിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഷീബ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. താങ്ക് യു. നമ്മളൊരു കുഞ്ഞൊരു ടാസ്ക് തരാം കേട്ടോ. ഒരു കുഞ്ഞു ഗെയിം ഉണ്ട്. അതായത് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യും. ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്യണം. ആ പാട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിൽക്കണേ അതുപോലെ അങ്ങനെ നിൽക്കണം. അനങ്ങിയാൽ ഔട്ടാവും. അങ്ങനെ ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കായിരിക്കും നമ്മള് വിന്നർ ആയിട്ട് പ്രഖ്യാപിക്കാം. റെഡി അല്ലേ? റെഡി. പാട്ടെടുത്തേ. സ്റ്റോപ്പാക്കുമ്പോ അങ്ങനെ നിൽക്കാവൂ. നീ കളിച്ചോ. സൂസൻ ചേച്ചി ആദ്യമേ ഔട്ട്. സൂപ്പർ, അടിപൊളി അടിപൊളി. ആരും അനങ്ങിയില്ല. അടുത്തത് ഒന്നൂടെ. ജോബി ചേട്ടൻ ഔട്ട്. ഈ പച്ച ഷർട്ടിട്ട ചേട്ടൻ ഔട്ട്.
ജോബി ചേട്ടൻ കണ്ടിന്യൂ ഇവർ രണ്ടുപേരോടോ ഈ ചേച്ചി ചേച്ചി അനങ്ങനുണ്ട് ചേച്ചി ഓക്കെ കണ്ടിന്യൂ ഔട്ട് അവർ മാറി നിൽക്കണം ദൈവം ഇത് പണിയാവൂല്ലോ ഇതിനിപ്പോ നടക്കൂല കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാരും നമുക്ക് വിന്നറായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും അതുകൊണ്ട് സൂപ്പർ അടിപൊളി താങ്ക് യു എല്ലാരും വരും യെസ് നമ്മൾ വിചാരിച്ചേ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു വിന്നറിനെയൊക്കെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു നടന്നില്ല അതുകൊണ്ട് നമ്മളിവിടെ ചെറിയ വേറൊരു കലാപരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശക്തി ഒന്ന് പരീക്ഷിക്കണമല്ലോ നിങ്ങൾ എല്ലാത്തിനകത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം ശക്തി പരീക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊരു വടംവലി നടത്താൻ പോവാ വടംവലി എങ്ങനെയുണ്ട് നിങ്ങൾ ഓണാഘോഷത്തിന് വടംവലി നടത്താറുണ്ടോ ഉണ്ടോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നാ പിന്നെ നമുക്ക് 2 ടീമായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ വടം പൊട്ടരുത് സോ ഇവിടെ ഒരു ഗംഭീര വടംവലിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അപ്പൊ ജോണി ചേട്ടാ നിത്യ നിങ്ങളും കൂടി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവരൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ ശരി അപ്പൊ നമ്മള് നിങ്ങൾ കയറൊന്ന് ചെറുതായിട്ട് വലിച്ചു പിടിച്ചോ ഞാൻ ഇതിനെ നടുക്കുന്ന ടൈ ചെയ്യാൻ പോവാണേ ജോണി ചേട്ടാ കേട്ടോട്ടെ അപ്പൊ ഈ സെൻട്രൽ ലൈന് കണ്ടല്ലോ അല്ലേ Yes, your time starts now. അങ്ങനെയല്ല നമ്മള് ബെസ്റ്റ് ഓഫ് 3 ആണ് എടുക്കുന്നത് ആദ്യത്തേത് അവര് കൊണ്ടുപോയി രണ്ടാമതൊരു ചാൻസും കൂടി ഉണ്ട് ടൈം സ്റ്റാർട്ട് നൗ ചാൻസ് ആണ് ജോണി ചേട്ടൻ അമരനായിട്ട് നിന്ന ടീം തോറ്റുപോയി സാരല്ല അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ അവർ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ജോണി ചേട്ടൻ ടീം. ജോണി ചേട്ടാ എന്താണ് ഈ ഫാമിലിയോട് പറയാനുള്ളത്? ജോബി
ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജോബിയോളം ഒരു എന്നാ പറയുക വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും നന്മയും എന്നാ പറയേണ്ടത് ഒരു സംഘാടകനും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓർക്കരുത് ജോബി ഒരു മന്ത്രിയായിരുന്നെങ്കിലെന്ന്. കാരണം എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ കാണുന്നതും അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതും അതിനെല്ലാം അതോ ഈ പറഞ്ഞ പോലെ നിറഞ്ഞ ചിരിയോടെ. ഒരിക്കലും ജോബിയുടെ ഒരു കറുത്ത മുഖവാരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ജോബിയെ പോലെ ഒരു മന്ത്രി നമ്മുടെ കേരളത്തിന് ഉണ്ടാവട്ടെ. ജോബി തന്നെ ആയിരിക്കട്ടെ ആ മന്ത്രി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ജോബി ചേട്ടൻ എന്നുള്ള ഭർത്താവിനെ കണ്ടു, അച്ഛനെ കണ്ടു. എന്താ പറയാ, എത്ര മേഖലകളിലാണ് താങ്കളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരോ ഘട്ടം കഴിയുന്നോറുമാണ് ഞങ്ങള് എന്നെ പോലെ പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ വന്നപ്പോ ഈ ജോബി ചേട്ടൻ എന്തോ സമ്മാനം കൊണ്ടുവന്നോ അങ്ങനെ എന്തോ ഒരു ശ്രുതി കേട്ടായിരുന്നല്ലോ. എന്തത് സസ്പെൻസ് ആണോ? എന്നാ ഇപ്പൊ കൊടുക്കാം, നമുക്കത് സസ്പെൻസ് പൊട്ടിക്കാം. ഓക്കെ, നമ്മുടെ ജോബി ചേട്ടനും സൂസൻ ചേച്ചിയും ഇതാ നിൽക്കുന്നു ശില്പങ്ങളായിട്ട്. അടിപൊളിട്ടോ. ജോബി ചേട്ടൻ ആൻഡ് ഫാമിലി നമ്മുടെ വക ഒരു കുഞ്ഞു സ്നേഹോപഹാരം. ഓപ്പൺ ചെയ്യട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഫാമിലിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ദർശനയും അനൂപിനെയും ആണ്. ചിലരുടെ കാര്യത്തിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലുണ്ടായിരിക്കുമല്ലോ. ആ ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാര്യത്തിലുണ്ട്. അപ്പോ നിങ്ങളുടെ ഫാമിലിയെ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വെൽക്കം ടു ദ സ്റ്റേജ്. ചെമ്മാനം തോൽക്കണ പെണ്ണുണ്ടെന്നേ പണ്ടാരു ചൊല്ലിയ മഞ്ചുണ്ടെന്നേ ചിക്കന്റെ വാക്കിൽ അമ്പുണ്ടെന്നേ കണ്ണാലെ പെയ്യണ അമ്പുണ്ടെന്നേ പ്രണയാർദ്രം. സോ ദർശന ആൻഡ് അനൂപ്, നിങ്ങളുടെ കഥകൾ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതായിട്ട് ആയതുകൊണ്ടും ഫാമിലി ആയിട്ടുള്ള സിങ്ക് എങ്ങനെയാന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടും നമുക്കൊരു കൺസേണും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ആരെയാ കൊണ്ടുവന്നത്? ഞാനിപ്പോ അറിയാലോ, പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഞാൻ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെവിൻ ചേട്ടനെ പോലെ തന്നെ എനിക്കൊരു മാമൻ ഉണ്ടായിരുന്നു, അമ്മയുടെ ആങ്ങള. വരാൻ പറ്റിയില്ല, മാമൻ ഡൽഹിയിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ അമ്മ മാത്രം വന്നിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം അല്ലേ? ആകപ്പാടെ പേടിച്ച് മറ്റേ സ്റ്റേജ് മത്സരത്തിലൊക്കെ വരുന്നത്. ഇതാണ് അമ്മ കൃഷ്ണകുമാരി. എന്റെ ഒരമ്മ, അമ്മയുടെ ഒരേ മോൻ. പക്ഷെ അമ്മ വന്നത് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാ. അനൂപ് അതുകൊണ്ട് നശിപ്പിച്ചു. അതല്ല, അമ്മയുടെ റിലേ മുഴുവൻ പോയി. പിന്നെ അപ്പൊ പറയൂ, എന്തുണ്ട് വിശേഷം? ഞാൻ ഇതിനൊരു സത്യം പറയട്ടെ, ഞങ്ങള് പരിചയക്കാരാ. എനിക്കിപ്പോ കണ്ടപ്പോഴാ മനസ്സിലായേ. ഞങ്ങൾ 5 വർഷത്തെ പരിചയമുണ്ട്. അതെ, 5 വർഷത്തെ പരിചയം. ഒരുമിച്ച് പഠിച്ചാ. പറയാനുണ്ടോ? എന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ചക്കര മതിയാ, വേറെ വല്ല വേണോ? ഞങ്ങള് നാട്ടിൽ നിന്നുള്ള പരിചയ അല്ലേ? ഞങ്ങളെല്ലാം തൊഴിലുറക്കാരാ ഞങ്ങള്. അപ്പൊ പറയൂ, എന്തൊക്കെയാണ് വിശേഷം? എനിക്ക് ഇവരെ TV കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവര് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കടന്നു വരുവാൻ കണ്ടിടയായി തീർന്നതില്. അമ്മയുടെ ഒരു സ്ട്രഗിളും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങള് അനുഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ അമ്മയെ കുറിച്ചൊരു രൂപം ഉണ്ടായിരുന്നു. അത് വലുതായിട്ട് മാറിയിട്ടില്ല, ഏറെക്കുറെ അതിനോടൊക്കെ അതിനൊക്കെ നന്നായിട്ട് ആരോഗ്യം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും അമ്മയ്ക്ക് കണ്ടപ്പോ മനസ്സിലായല്ലോ ആരുടെയാണ് ആരോഗ്യം എന്നുള്ളത്. പിന്നെ അമ്മ ഞാനിത് വരണുണ്ടോ പറഞ്ഞത് ഭയങ്കര എന്നാ പറയണ്ടേ, അനൂപ് ഇവിടെ ഒരുപാട് നമ്മുടെ കണ്ണു നിറയ്ക്കുകയും നമ്മളെ ഒരുപാട് വിഷമത്തേക്ക് കൊണ്ടുപോവുകയും
പിന്നെ ഇവരുടെ ഒരു കല്യാണമൊക്കെ ഞങ്ങൾ ഇവിടെ നടത്തി കൊടുത്തായിരുന്നു. കണ്ടു. എന്തായാലും നമ്മൾ വിചാരിച്ചോളൂ തന്നെ അമ്മ ഒരു ഇപ്പം പിന്നെ എന്താ വേണ്ടത്, നല്ലൊരു മരുമോള്, നല്ലൊരു മകൻ, അതൊക്കെയല്ലേ ഇനിയുള്ള കാലം വളരെ സന്തോഷമാവും. പക്ഷെ അനുപ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എന്റെ മനസ്സിൽ ഒരു ഇത് പറയാണ്, ഞാനിവിടെ മിസ് ചെയ്യുന്നത് ദർശനയുടെ പാരന്റ്സിനെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചു എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ ഞാൻ ദർശനയുടെ ആ ഒരു ടൈമാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദർശനയുടെ വീട്ടിൽ നിന്ന് വരുമോ, ദർശനയുടെ വീട്ടിൽ നിന്ന് വരുമോ. പക്ഷെ അനുപ് പറഞ്ഞു അനൂപിന്റെ വീട്ടിൽ നിന്ന്, അനൂപിന്റെ അമ്മ വന്നത് സന്തോഷമില്ല എന്നല്ല കേട്ടോ, സന്തോഷം. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ദർശനയുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഒന്നും. അതെ, ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇവര് തമ്മിൽ ഒന്നിക്കണം. കല്യാണം ഞാൻ അമ്മയോട് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയും പോകണം, സംസാരിക്കണം എന്ന് പറയും. കാരണം എനിക്ക് ഫാമിലി അറ്റാച്ച്മെന്റ് എനിക്ക് അത്ര അറിയത്തില്ലായിരിക്കും, പക്ഷെ എന്നെ അങ്ങോട്ട് കൂടുതൽ അറിയാവുന്ന ഇവർക്കാണ്. അമ്മയ്ക്ക് ഇവരും 3 മക്കളാണ്, ഇവരും 3 മക്കളാണ്. അപ്പൊ എന്നെ അങ്ങോട്ട് കൂടുതൽ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആഗ്രഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് കൂടുതൽ. അപ്പൊ അമ്മ എപ്പോഴും പറയും പുള്ളിയോട്, അവളെ ഞാൻ അറിയത്തൊന്നുമില്ല പറയുന്ന കാര്യം, പക്ഷെ പുള്ളിനെ മാറ്റി നിർത്തി പറയും അവളെ കൊണ്ടുപോകണം, അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അമ്മയാണ് കൂടുതൽ ഞാൻ വിഷമിക്കുന്ന കാണുന്നത്, അമ്മയാണ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വീട്ടിൽ വിട്ടത് അമ്മ നിർബന്ധം പിടിച്ച് വഴക്കിട്ടിട്ടാണ്. എപ്പൊ കയറി വന്നാലും നീ അവളെ വീട്ടിൽ ശല്യമായിരുന്നു. അങ്ങനെ ശല്യം കിട്ടണം ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടുന്നത്. അത് എനിക്കറിയില്ല, എന്തോ എനിക്ക് കിട്ടിയ നല്ലൊരു അനുഗ്രഹം, എനിക്ക് നല്ല അമ്മായിയമ്മയെ കിട്ടിയെന്നുള്ളതാണ്. ഇവിടെ ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. എനിക്കൊന്നൊരു തമിഴിലെ വിക്രമൻ സിനിമ പോലെയാണ്, വില്ലന്മാരേ ഇല്ല. അതായത് എല്ലാം നല്ല മനുഷ്യരാണ്. അതൊരു ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കൊള്ളാം, നല്ലതാണ്. അതിന്റെ ഒരു പോസിറ്റീവ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ആകപ്പാടെ അത് പറയുന്നില്ലേ, അനുപ, ഇങ്ങനെ ഒരു ഫാമിലി റൗണ്ട് ഉണ്ട്, ഫാമിലി എല്ലാവരും പരിചയപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ അല്ലെ, പ്രത്യേകിച്ച് ദർശനയുടെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കാനോ വിളിക്കാനോ എന്തെങ്കിലും ശ്രമം നടത്തിയായിരുന്നോ? ഞങ്ങൾ ചെറിയൊരു ശ്രമമൊക്കെ നടത്തിയായിരുന്നു. ഇപ്പൊ ഞാൻ കല്യാണം കഴിയുന്ന സമയത്തോട് ഞാൻ പറഞ്ഞായിരുന്നു, കല്യാണത്തിന് തൊട്ട് മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, നീ പ്രശ്നമാകണ്ട, ഞാൻ പോയി സംസാരിക്കാം, ഞാൻ പോയി സൂര്യൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പോണില്ലെന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചത്. അപ്പൊ പിന്നെ ജോണിച്ചേട്ടൻ പറഞ്ഞു പോണം, ഹരിച്ചേട്ടൻ പറഞ്ഞു, ഷായിച്ചേട്ടൻ എല്ലാരും പറഞ്ഞു പോണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ജീവിതാനുഭവമുള്ളവർ പറയുമ്പോൾ ഞാൻ പിന്നെ ബലം പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇനി ബലം പിടിക്കുന്ന വലിയ അർത്ഥമില്ലാന്ന് എനിക്ക് മനസ്സിലാക്കിയത് അച്ഛന്റെ ഒരു വിയോഗവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ആഗ്രഹവും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല, എല്ലാ ഫാമിലിയും കൊണ്ടുവരാൻ പറ്റില്ലോ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി സംസാരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവളുടെ വീട്ടിൽ പോയി സംസാരിച്ച് സെറ്റ് ചെയ്ത് അച്ഛനെ അമ്മേനെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, പറഞ്ഞ് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ശരിക്കും അവരോട് വന്നിട്ടുണ്ടെന്നാണോ പറയുന്നത്? വന്നിട്ടുണ്ട് ശരിക്കും ശരിക്കും ജോണി ചേട്ടാ സംസാരിച്ചോ അവരോട്? സംസാരിച്ചോ? അല്ല, എന്നോട് പറഞ്ഞില്ലേ അന്ന് പോയി സംസാരിക്കുന്നൊക്കെ? ഞാൻ സംസാരിച്ചില്ല, പക്ഷെ ഇവിടെ സംസാരിക്കേണ്ടവര് പോയി സംസാരിച്ചു. ശരിക്കും? ശരിക്കും അല്ല, ഞാൻ മുങ്ങിയതൊന്നുമല്ല, പേടിച്ചിട്ടൊന്നുമല്ലായിരുന്നു. എന്നെ ഇവരാരും വിളിച്ചില്ല. അല്ലാതെ തന്നെ നമ്മുടെ പോകേണ്ട ഇവിടെ പോകാൻ യോഗ്യനാ, എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു കപ്പിൾ. ഞാനും ഹരിച്ചേട്ടനും പ്രോഗ്രാം പ്രൊഡ്യൂസറോടെ അങ്ങ് പോയി, വിനീഷനൊക്കെ ഞങ്ങൾ പോയി. ഞങ്ങൾ നേരെ കയറി ചെന്നു, കൊച്ചിന്റെ പേര് പറഞ്ഞു, ദർശന എന്ന് പറഞ്ഞു, കയറി ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു, സംസാരിച്ചു പോന്നു. അവര് വന്നിട്ടുണ്ട്. ഒന്നും അല്ലല്ല, ഒന്ന് ഇതായപ്പോ ജോത്സ്യൻ ബ്രദർ ചോദിച്ചു, എന്താ അച്ഛന്റെ നാളെ? ഒന്നുമില്ല, ഓക്കെ. പക്ഷെ ദർശനയുടെ അച്ഛനും അമ്മയും ഈ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ജോണി ചേട്ടൻ ഒന്ന് ഇതെടുക്കുന്ന നല്ലതായിരിക്കും. നടത്തി കൊടുത്തൊരു തെറ്റല്ലേ ഞാൻ തിരിച്ചു വിട്ടൊന്നുമില്ലല്ലോ അല്ലെ? അല്ല, ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇപ്പൊ പറയുന്നത് ദർശനയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ? എന്റെ അമ്മ വന്നില്ലേ? എന്റെ അമ്മ വരുമ്പോ ഞാൻ അവളുടെ അച്ഛനമ്മയും കൊണ്ടുവരാൻ മോശമല്ലേ? വിളിക്കല്ലേ അശ്വജി? അനുപെ വിളിക്ക. അനുപ വിളിച്ചോ? ഞാൻ വിളിക്കട്ടെ? അച്ഛാ അമ്മ കേറി വന്നു പറയാം. അച്ഛാ ബാ കേറി പോരെ. തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ?
ഒരുപാട് 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 സന്തോഷം ആൻഡ് ഒരുപാട് നന്ദി നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് വരാൻ മനസ്സ് കാണിച്ചതിന്. എല്ലാവരും കണക്കൂട്ടുന്നത് ഭീകരജീവിയായിട്ട് തന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇന്നിപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അലിഞ്ഞങ്ങോട്ടുണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നു അച്ഛന്. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതില്ലാച്ചെങ്കിൽ നമ്മൾ ഇല്ല തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇവരങ്ങനെ ഒരു തെറ്റ് ചെയ്തു. പക്ഷെ അതിന് ശേഷം ഈ അച്ഛനും അമ്മൻ്റെയും ഗതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇവരാരെങ്കിലും ഒരാളെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടോ? അവര് എന്തായിപ്പോയെന്ന് പോലും ആരും അന്വേഷിക്കാറില്ല. അതുകൊണ്ടുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട്. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചാണ് എൻ്റെ മക്കളെ. അത് നിസാര ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോവാണ്. അപ്പോൾ ആ ഒരു വിഷമം ഇതിലിരിക്കുന്ന എല്ലാവർക്കും കുറേ അനുഭവങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അനാവശ്യമായ ഒരു പരിപാടികളിലും ഒരു തെമ്മാടിത്തരവും കാണിക്കാതെ ഇവരെ മാത്രം നോക്കി ജീവിച്ച ഒരാളാണ് ഞാൻ. എനിക്കുണ്ടായ ഷോക്ക് ഇപ്പോഴും എനിക്ക് മാറ്റാൻ അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കണ്ടീഷനാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ക്ഷമിച്ച് അതങ്ങ് വിട്ടതാണ്. അച്ഛാ, ക്ഷമിക്കുന്ന സ്നേഹം അത് നിലനിൽക്കും. നമ്മൾ ആർക്കും വേണ്ടി ചെയ്യും. എനിക്ക് 2 പെൺകുട്ടികളാണ്. നാളെ ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു. പിന്നെ ഒരു മോശക്കാരനല്ല, നല്ല ഒന്നാമതൊരു ആഞ്ചുകുട്ടിയല്ലേ കിട്ടിയിരിക്കുന്നത്. അതിന് പറഞ്ഞില്ല, അത് അവരെ നമ്മൾ മോശമാക്കിയിട്ടോ മറ്റുള്ള രീതിയിലൊന്നും അല്ല. ഇവരിങ്ങനെ കാണിച്ചിട്ട് പോകുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാകുന്നൊരു വിഷമം അത് ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും ഒരു കുട്ടികളെങ്കിലും അതിന് അത് തെറ്റെന്ന് തിരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടാണ് 20 ദിവസം ആവശ്യപ്പെട്ടാണ് ഞാൻ. അതിൽ ഇവർ സമ്മതിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടാവില്ലല്ലോ. സമൂഹത്തിൻ്റെ ഇടയിൽ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന, ഒരു തെറ്റ് പോലും ചെയ്യാതെ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കണ്ടീഷനിൽ ഇവര് നല്ല നിലയ്ക്ക് ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു കൊടുക്കുന്ന ആഗ്രഹിച്ചാണ്. ജാതിയോ മതമോ മറ്റൊന്നും ഒരു വിഷയമില്ലാത്ത ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അത് ഞാൻ ആവശ്യപ്പെട്ടു. അതിൽ വാശി പിടിച്ചതാണ് പിന്നെ എനിക്ക് വാശിയായത്. ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഫ്ലോറിൽ ഇവർ നിൽക്കുന്നത്. ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഒരാളും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ക്ഷമിച്ചതാണ്. ഇവളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് പോയി. അച്ഛന് മോശം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ പെരുമാറില്ലാന്ന് ഇവളെ എന്നോട് പറഞ്ഞു. പിന്നെ എൻ്റെ മക്കള് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ വിശ്വസിച്ചില്ല. അവളെന്നെ ചതിക്കില്ല എന്നുള്ളതാണ് ആ സ്റ്റേഷനകത്ത് കയറിയിട്ട് ഇവളെ ഇറങ്ങിപ്പോകോളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിലാണ്. അവിടെ തെറ്റിയപ്പോഴാണ് ഞാനേ തെറ്റിപ്പോയി എന്നുള്ളതാണ് പറയുക. അതിന് എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത കണ്ടീഷൻ വന്നു. ഞാൻ എൻ്റെ മക്കളും പിന്നെ പുറത്തിറങ്ങി സമൂഹത്തിൽ അറിയാലോ, എന്ത് ചെയ്താലും അതിനെ രൂപമില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാരാണ്. ഇവളിനെ ഇവിടം വരയ്ക്ക് എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത് ഞാൻ എന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിൽ എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നതാണ്. എങ്കിലും അവരുടെ മനസ്സിലേക്ക് എങ്ങനെ ഒരു നല്ല ചിന്താഗതി വരണ്ടേ? വേറെ ഒന്നും തന്തയും തള്ളയ്ക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവരത് മനസ്സിലാക്കണ്ടേ? നമ്മളെ വിഷമം അവർ മനസ്സിലാക്കണ്ടേ? വേറെ ആരാ മനസ്സിലാക്കുക? എനിക്ക് പെൺകുട്ടികളാണ്. നമ്മളെ മാനത്തേക്ക് വടിയെറിഞ്ഞമാര് നിൽക്കുന്ന ഒരു വ്യക്തികളാണ് ഇനി ഞങ്ങൾ രണ്ടുപേരും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ ഭർത്താക്കന്മാർ അവരെ കാര്യങ്ങൾ നോക്കി നടത്താന്നല്ലാണ്ട് നമ്മളെ നോക്കുന്നവരോട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മോശപ്പേരെങ്കിലും ഇല്ലാണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മളെ കൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരില്ല, വരാൻ സമ്മതിക്കില്ല ജീവനോടുള്ളിടത്തോളം കാലം. പക്ഷെ അവർ ഇത് ചിന്തിക്കണമായിരുന്നു. മനസ്സിലല്ലേ? ഇനിയെങ്കിലും ഒരു കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തന്തയും തള്ളയും പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ ഒരാളെങ്കിലും തയ്യാറാവണം എന്നുള്ളതാണ്. ഈ നാട്ടിൽ എല്ലാവരെയും നേരാക്കാൻ നമുക്ക് പറ്റില്ല. ഇനിയെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യാന്നുള്ളതാണ്. വേറെ ഒന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല. അച്ഛനിപ്പം നമ്മൾ എന്തായാലും ഇതൊരു നല്ല രീതിയിലുള്ള ഒരു നല്ല ഒരു സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോലെ ആണ്. എന്തായാലും നിങ്ങൾ അച്ഛനുണ്ടായ എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ സ്നേഹത്തിലൂടെ, നിങ്ങളുടെ ഐക്യത്തിലൂടെ മക്കളായി നിന്ന്, മരുമകനായാലും മകനായി നിന്ന് ഇല്ലാതിരുന്ന സമയം ആ സ്നേഹം കൂടെ ഇനിയും കൊടുത്ത് അച്ഛനെയും അമ്മയൊക്കെ നിങ്ങൾ നാലഞ്ച് എന്ത് രസമാണ്. 2 അമ്മമാരും ഒരു അച്ഛനും നന്നായിട്ടുള്ള ജീവിതം കഴിച്ചു അവർക്ക് തോന്നും. അതൊക്കെ അങ്ങ് മാറും. പിന്നെ നാട്ടുകാരെ കുറിച്ച് ഓർത്ത് എനിക്ക് 2 പെൺകുട്ടികളാണ് അച്ഛാ. അവർ വളർന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. നാളെ എനിക്ക് അറിയില്ല, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മളോട് പറയുക, അതൊക്കെ അത് അവരുടെ പക്വത ഇല്ലാത്ത ആ പ്രായത്തിന്റെ ആയിരിക്കും. നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. ക്ഷമിക്കാനല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ എന്തായാലും അച്ഛൻ ഒരു വലിയ മനുഷ്യനാണ്. ഇനി ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഇവളുടെ ചേച്ചിയുടെ ഭർത്താക്കന്മാര് അവര് വളരെ ഡീസൻ്റായ പയ്യന്മാരാണ്. പക്ഷെ അവർക്ക് പോലും അവിടെ പെൺകുട്ടികളില്ലാത്തതാ.
ഇവളെ അവര് വളരെയധികം, ഒരു അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയിൽ ജീവിച്ച ഒരാൾക്കാരാണ്. അവർക്ക് അടക്കത്ത് ഷോക്കായി പോയി. അവരെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി പോയി. അവർക്ക് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. ഒന്നാമത് ഇവള് സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോട്ടെ, ഇത് ഒരു ആർട്ടിസ്റ്റുകാരൻ കൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ചയിലൊക്കെ തോന്നുന്ന രീതിയിൽ വേറെ അല്ലേ. അവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനല്ലേ. അവർക്ക് ഇന്ന് അവരിവിടെ വരേണ്ടതാണ്. പക്ഷെ അവര് ഒരിക്കലും വരാൻ അയക്കില്ല. അവർ ഇവിടെ വരുന്നതിന് അവർക്ക് ഇഷ്ടക്കുറവാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അത് എനിക്കാ തെറ്റിയത്. അവരെ കുട്ടികളെ, കൊച്ചുങ്ങളെയൊക്കെ, ചേച്ചിമാരെയൊക്കെ ഇത് പരിപാടിക്ക് പോകാൻ പറഞ്ഞ് അവർ തന്നെ പറഞ്ഞയച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ ദുഷ്ടചിന്താഗതി ഉണ്ടായിരുന്നില്ല, നല്ലത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഉണ്ടാക്കി. ഇവളൊക്കെ കാരണം കൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതന്നെ. ആൾക്കാർ പറഞ്ഞ് കളിയാക്കുന്നതാണ് ഏറ്റവും വലിയത്, വേറെ ഒന്നുമല്ല. ഇത് സമൂഹത്തിൽ നടക്കാത്തൊരു കാര്യമൊന്നും അല്ലല്ലോ. അനൂപിനൊന്നും തോന്നണ്ട. ആ അച്ഛന്റെ ഒരു എനിക്ക് ആള് ദേഷ്യം പിടിച്ചിട്ട് പറയണ പോലെ അല്ല കേട്ടോ, ആളുടെ സങ്കടം ആള് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ അച്ഛന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ മോളെ പറ്റിയിട്ട്. അപ്പം ദർശന ഒന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം ദർശന, എല്ലാരും മുമ്പിൽ വെച്ചിട്ടും. ഇതിപ്പോ എത്രയോ ആൾക്കാർ കാണുന്ന പരിപാടിയാ. എനിക്കും ഒരു പെൺകുട്ടിയാ ഉള്ളത്. ഒരു അച്ഛന്റെ വേദന എന്താന്നുള്ളത് അതാ അച്ഛൻ പറഞ്ഞ പോലെ 3 പെൺകുട്ടികളെ വളർത്തിയത്. അനൂപിന് ഒരു പക്ഷെ അറിയുണ്ടാവില്ല. അനൂപിന് നാളെ അതേ ഒരു പൊസിഷനിൽ വരുമ്പോൾ 3 പെൺകുട്ടികളെ ഒരു അച്ഛൻ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ചീത്തപ്പേരൊന്നും ഇല്ലാണ്ട് പറഞ്ഞയക്കുക. അതും നമ്മളൊരു ആർട്ടിസ്റ്റും ആണ്. പൊതുവേ ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നിന്നോണ്ട് എന്നിട്ടും ആൾക്കാരുടെ ഇടയിൽ നാണം കെട്ടുപോയ ഒരാളുടെ അവസ്ഥയുണ്ട്. അപ്പം ദർശന അച്ഛനോട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ അച്ഛനോട് മാപ്പ് പറഞ്ഞു. എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും അച്ഛനോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛൻ്റെ അനുഗ്രഹം വേണം. അച്ഛൻ അനൂപ് പാവാണ് കേട്ടോ. അനൂപിന്റെ മനസ്സ് നല്ലതാ. അനൂപ് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നേ ഉള്ളൂ, പക്ഷെ അനൂപ് നല്ലതാവാന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. നല്ലതാണ്, നമ്മൾ അതല്ലേ പ്രാർത്ഥിക്കുക. എന്റെ മോള് അവന്റെ കയ്യിലിരിക്കുന്നിടത്തോളം നമ്മൾ അവര് നല്ലതാവണമെന്നല്ലേ പ്രാർത്ഥിക്കുക. ഒരിക്കലും അവര് മോശമാവണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. എന്റെ കൂടെ ഉള്ള 2 പേരെ കെട്ടിച്ചു കൊടുത്ത അവരും അതേ കണ്ടീഷനിലാണ്. നമുക്ക് മോശമായ രീതിയിൽ ഇന്ന് വരയ്ക്ക് എന്നോട് പെരുമാറിയ അഭിപ്രായം പറയുകയെ നിലവിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്ത് കാര്യം ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ അവർ തിരുത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളത് ചോദിച്ചു തരാം. മരുമക്കളാണെന്നുള്ള നിലയ്ക്ക് എൻ്റെ മക്കളാണെന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ അവരെ കാണുന്നതും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആരെക്കാളും മോശമായിരിക്കില്ല അനൂപ്. അനൂപിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ അനൂപിൻ്റെ ജീവിതത്തിൽ വന്നു ചേരാനേ ഉള്ളൂ. പ്രത്യേകിച്ച് ദർശനം പരസ്പരം നല്ല സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാളും പ്രാർത്ഥിച്ചും മകന് വേണ്ടി ജീവിച്ചുള്ള ഒരു അമ്മയുടെ മകനല്ലേ, എല്ലാം കൊണ്ട് നന്നാവും. നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണ്. നന്നായിരിക്കും. ഇതിലൊക്കെ പെട്ടുപോകുന്ന ഒരാളുണ്ട്, അമ്മ എന്ന് പറഞ്ഞിട്ട്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ അമ്മയുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവും. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ സന്തോഷായി. എല്ലാവരും ചോദിച്ചു, ഞാനൊരുപാട് സങ്കടപ്പെട്ടു. ദർശന കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വേദിയിൽ നിന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ എത്രത്തോളം ഏതൊക്കെ സമയത്ത് മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്ക് അറിയാം അമ്മ ആ സമയത്ത് അതിലധികം മിസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. മകളുടെ ആ ഒരു ഡെലിവറി ടൈമിലും ആ സമയത്തൊക്കെ അടുത്തുണ്ടാവണം എന്ന് അമ്മ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഡെലിവറി സമയത്തില്ലാത്ത എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ജീവിക്കണോ മരിക്കണോ ആ അവസ്ഥയിലെത്തിയിരുന്നു. അവരെ ചേച്ചിമാർ ഡെലിവറി ഞാൻ തന്നെ നോക്കി. ഇല്ലാത്തൊരു വിഷമം നല്ല ഉണ്ടായിരുന്നു. കരഞ്ഞു തീർക്കല്ലാതെ എനിക്ക് വേറെ വഴിയിട്ടായിരുന്നില്ല. ദർശന പറ, നമ്മൾ ഈ ഷോ തുടങ്ങിയപ്പോ തൊട്ട് നമ്മളൊരു ചെറിയൊരു ആഗ്രഹമായിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവരോട് പറഞ്ഞു തുടങ്ങി. നമ്മൾ ഇത്രയും പേര്
എനിക്ക് തോന്നുന്നു ഇത്രയും പേര് ഒരുമിച്ച് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു മൊമെന്റ് ആണ് ഇപ്പോ സംഭവിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലെ. അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ വേദിയിൽ ഇവരെ കൊണ്ടുവരണം എന്ന് നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ അത് ശരിക്കും സംഭവിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ മേഡത്തിനോടാണ്. അവരെ ഈ ചാനലിലുള്ള ഈ പരിപാടി അവതരിപ്പിക്കുന്ന ആ രീതി കണ്ടുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാൻ തയ്യാറായത്. കല്യാണം നടത്തിയത് ജോണിച്ചേട്ടനാണ്, പക്ഷെ ഞങ്ങൾക്ക് കല്യാണത്തിന്റെ സദ്യ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ദർശനയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരും, അടിപൊളിയായിട്ട് എപ്പോ വേണമെങ്കിലും വരാം. നമ്മൾ ഇനി അവിടുന്നാണ് ദർശനയുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് സദ്യ കൊണ്ടുവന്നത്. റെഡിയാണ്. അനൂപേ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞായിരുന്നു, കാരണം അച്ഛനും അമ്മയ്ക്കും ഉള്ള ഇളയ മോളാണ്, ഉള്ള സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹവും ഇതൊക്കെ കാണും. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മോനാണ്. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ കാണുള്ളായിരിക്കും. ആ ആഗ്രഹമാണ് ഞങ്ങൾ തല്ലിക്കെടുത്തിയത്. അപ്പം എപ്പോഴും ഞാനിപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ ഈ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ രണ്ട് വീട്ടുകാർക്ക് ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ അത് നോക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ 20 ദിവസവും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഞങ്ങൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ എത്താതെ വന്നു. ഇടയ്ക്ക് ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കുന്ന രീതി ഇതായിപ്പോയി. അങ്ങനെ ആയിപ്പോയപ്പോഴത്തേക്ക് ഒന്ന് ആർട്ടിസ്റ്റാണ്, നാളെ ജോണിച്ചനറിയാം നമ്മൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത് അറിയുള്ളൂ. അങ്ങനെ വരണ്ട എന്നോർത്തിട്ടാണ് ലൈഫ് എന്നാൽ തുടങ്ങാം എന്നൊരു പ്ലാൻ ചെയ്തത്. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം അറിയാം പുള്ളി പറയുന്നുണ്ട് വീട്ടിൽ നടക്കട എന്ന് പറയുന്നുണ്ട്, എന്നാലും എന്നാൽ അങ്ങനെ അങ്ങ് പോട്ടെ എന്നോർത്തിട്ട് ആ വാശിയും എല്ലാം കൂടെ വന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പം ഇടയ്ക്ക് പറയാറുണ്ട്, ഒരാൾ സംസാരിക്കണുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ എത്തൂലായിരിക്കും. പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോയി. അതിനിപ്പം എന്താ പറയണേ, ഒരു മാപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് തീരുമൊന്നുമില്ല, നാളെ കിടന്നും തിരിച്ചിട്ടാനൊന്നും പോലില്ല. പിന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേരൻസ് ഇവർ 3 പേരാണ്. ഇവരെ 3 പേരെ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഫ്യൂച്ചർ എന്ന് പറയണത്. അത് ജോണിച്ചേട്ടൻ പറഞ്ഞല്ല, അല്ലാതെ എന്തൊക്കെ നേടിയാലും കാര്യമൊന്നുമില്ല. നമ്മളെ കാലമെല്ലാം മറിക്കും. നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെ നമുക്ക് എന്തും പരിഹരിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതിനുള്ള നന്മ നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് മനൂപിന്റെ അമ്മയുടെ പ്രാർത്ഥന, ആ കഷ്ടപ്പാടൊക്കെ ദൈവം കാണാതിരിക്കുമോ? അവർ ഈ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഒരു കാരണവശാലും നാട്ടുകാർ പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇത് ചെയ്യേണ്ട. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ആരാ എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ എല്ലാവർക്കും ചിരിക്കാൻ എളുപ്പം. അവരെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ. അനൂപേ, ഒരു കെട്ടിപ്പിടിച്ചൊരു അപ്പങ്ങോട്ട് പറ അനൂപേ. എല്ലാരോടും അമ്മയോടൊന്നല്ല, അച്ഛനോട്. കെട്ടിപ്പിടിക്കേ ഒരു ഉമ്മ. ഈ മൊമെന്റ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിട്ട് ഇവിടെ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അത് ദർശനയുടെ ചേച്ചിമാരാണ്. ഇവരുടെ മൂത്ത മക്കൾ, അവരെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചെമ്മാനം തോൽക്കണ പെണ്ണുണ്ടെന്നേ, പണ്ടാരു ചൊല്ലിയ നെഞ്ചുണ്ടെന്നേ, ചിക്കന്റെ വാക്കില് അമ്പുണ്ടെന്നേ, കണ്ണാലെ തീയണ അമ്പുണ്ടെന്നേ. ഇതിലാരാ മൂത്തയാള്? രമ്യ, ധന്യ, നിങ്ങളുടെ കുട്ടികള്. അപ്പൊ എന്ത് പറയണു? എനിക്കറിയാം നിങ്ങൾ ഉറപ്പായിട്ടും ആഗ്രഹിച്ചൊരു മൊമെന്റ് ആയിരിക്കുമല്ലോ ഇത്, അല്ലേ? എന്ത് പറയും? ഞാന് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഒന്നിച്ചതിൽ. അതിനൊരു വേദിയായി സി കേരള തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ഹായ് പറഞ്ഞേ, താങ്കൾ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഒരു മൂടുതേ, അവിടെ ഒരു മൂടുതേ. ആർക്ക് വേണേലും തരുന്നല്ലേ? ദർശന അതൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ദർശനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. 2 പേരോട് എനിക്ക് നന്ദി പറയാനുള്ളൂ. അച്ഛനോടാണെങ്കിലും അനൂപിനോടാണെങ്കിലും കിച്ചമ്മയോടാണെങ്കിലും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കിച്ചമ്മയാണെങ്കിൽ തന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ സ്ഥാനത്ത് തന്നെ കിച്ചമ്മേനെ കണ്ടിട്ടുള്ളൂ. കിച്ചമ്മയ്ക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചമ്മേനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കിച്ചമ്മേനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്.
ഇതുപോലെ അനൂപിനോട് ഇങ്ങനെ പറയും എപ്പോഴും, അച്ഛനെ അമ്മയെ അവളെ കൊണ്ട് കാണിക്കണം, നീ തേച്ച് ചെയ്യുന്നവരെ മോശം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. പിന്നെ അച്ഛനോടും അമ്മയോടും ഞങ്ങളോട് ക്ഷമിച്ചതിൽ, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതിന്, ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിന്നതിനൊക്കെ നന്ദിയുണ്ട്. ചേട്ടന്മാർ എന്തായാലും എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അവർക്കും. അവരോടും ഞാൻ ഈ അവസരത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടനാണ് വന്നേ, രണ്ടാമത്തെ ചേട്ടനാണ് വന്നേ, മൂത്തേനോട് ഇല്ലായിരുന്നു. ഉണ്ണിച്ചേട്ടനെ ഒരുപാട് അച്ഛനും അമ്മേനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ശരിക്കും ഒരു മോനെ പോലെ നിന്ന് ഉണ്ണിച്ചേട്ടൻ ഭയങ്കരമായിട്ട് അവരുടെ കൂടെ നിന്നു. ഞാൻ ഉണ്ണിച്ചേട്ടനോടും എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. വിനോദിനും ഈ മൊമെന്റിൽ സോറി പറയാണ്. എല്ലാ തെറ്റും പുറത്ത് ഞങ്ങൾ രണ്ടുപേരെയും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ എൻ്റെ ചേച്ചിമാർ എന്തൊക്കെയാണെങ്കിലും അവരെൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും. എൻ്റെ ചേച്ചിമാരല്ല, രണ്ടുപേരും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. ഞാനും എൻ്റെ ആളും എന്ന് പറയുന്നത് ഒരു ഷോ അല്ല, ഇതിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്, അല്ലേ അശ്വതി? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കൊരു ചടങ്ങില്ലേ, അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങണ്ടേ? നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങാം. ഞാനും ജോണി ചേട്ടനും കൂടെ വരട്ടെ. വായോ വായോ. അനൂപേ, ഓ അത് സന്തോഷായി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആൾക്ക് പറ്റാവുന്ന രീതിയിലപ്പുറം ഞങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ വളരെയധികം സന്തോഷത്തോടെ പറയുന്നു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ പറയാൻ പറ്റിയ അതിൽ. ആൻഡ് താങ്ക് യു അച്ഛാ. അച്ഛൻ ഗ്രേറ്റാ. അതെ, അച്ഛൻ ഗ്രേറ്റ് ആണ്. എല്ലാ അച്ഛന്മാരും അങ്ങനെ ഗ്രേറ്റ് ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹരിചേട്ടൻ ആൻഡ് സവിത ചേച്ചി. അപ്പൊ ഹരിചേട്ടാ, ആരെയൊക്കെയാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? എനിക്ക് ഒരു മകളും മകനുമാണുള്ളത്. അപ്പൊ അവർ രണ്ടുപേരും ആദ്യം പോരട്ടെ. അവിടുന്ന് തുടങ്ങാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ശിവാനി ആൻഡ് ഭഗത്. ഇതാണ് ഇവരുടെ രണ്ട് പുന്നാര മക്കൾ, ശിവാനി ആൻഡ് ഭഗത് അല്ലേ? ശിവാനി കുട്ടി ഏത് ക്ലാസ്സിലാ? സെവൻത്തിലാ. കുഞ്ഞ് ഏത് സ്കൂളിലാ? ഫാത്തിമ. ഓക്കേ. ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നോ? പോണായിരുന്നോ? ഇവരെന്നിട്ട് വിളിച്ചോണ്ട് വന്നെ ടീച്ചറിനോട് ഇനി എന്ത് പറയും? ടീച്ചർ ഇപ്പൊ ഇത് കാണല്ലേ? ടീച്ചർ ഇതൊക്കെ കാണും. ആണോ? ടീച്ചറും ഇതൊക്കെ കാണുന്നുണ്ട്. ഈ അച്ഛനെ അമ്മയും ടിവിയിൽ കാണാറുണ്ടോ? കാണാറുണ്ട്. ആണോ? ആരെയാ കൂടുതൽ ഇഷ്ടം? അച്ഛനെ അമ്മയും. അച്ഛനെ അമ്മയും പിന്നെ സ്വാഭാവികമായിട്ടും വെരി ഡിപ്ലോമാറ്റിക്. അമ്മയും അച്ഛനും വീട്ടിലെ പോലെ തന്നെയാണോ ഇവിടെയും, അതോ വീട്ടിൽ വേറെ പോലെയാണോ? വീട്ടില് വേറെ പോലെ. അച്ഛൻ വീട്ടിലെങ്ങനെയാ മുത്തേ? അമ്മയും അച്ഛനും വീട്ടിൽ നല്ലതാ. പിന്നെ അമ്മയും അച്ഛനും അടിയൊക്കെ കൂടും. എന്നുമ്പോ മോളോട് ചോദിക്കട്ടെ, എങ്ങനെ അച്ഛനും അമ്മയും ടിവിയിൽ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ? കണ്ടു അച്ഛനും അമ്മയും ടിവിയിൽ എന്ന് പറയണ്ടോ? പറയാറുണ്ട്. ആണോ? അച്ഛനെ ഡാൻസ് കണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? കണ്ടായിരുന്നു. പറഞ്ഞോണ്ട് കുഴപ്പമില്ലായിരുന്നു. സത്യം പറ, സത്യം പറ. വീട്ടിൽ കളിക്കുന്നേക്കാളും വീട്ടിൽ കളിക്കുന്നേക്കാളും കുറച്ചുകൂടി കൊള്ളായിരുന്നു.
നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ വീട്ടിൽ ഡാൻസ് ഒക്കെ പഠിക്കുന്നത്? മോളാണോ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കണേ? ആ, ഇവിടെ മോളില്ലാത്തതിന് ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിങ്ങൾ എല്ലാവരും 4 പേരും കൂടെ ഒരുമിച്ച് ഡാൻസ് ചെയ്യും? ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ. ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഒരു പാട്ട് വെക്കട്ടെ, നിങ്ങൾ കളിക്കുവോ? കളിക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഹരിചേട്ടൻ പറയുണ്ടായിരുന്നു മോളും ഞാനും കൂടെയാണ് ഇതുപോലെ റീലിനൊക്കെ വേണ്ടിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് ചെയ്യാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് നമുക്ക്. കൊറിയോഗ്രാഫർ മോളായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ നമുക്കൊരു ഇവരുടെ ഒരു ചെറിയ ഒരു വീട്ടിൽ ഇവർ ചെയ്യാറുള്ള ഡാൻസ് സെഷൻ നമുക്ക് ഇവിടെ ലൈവ് ഒന്ന് കാണാം അല്ലേ? നമ്മളെ അമ്മയും മക്കളുമായിട്ട് ഡാൻസ് ചെയ്ത വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ അച്ഛനും മോളും കൂടെ ഡാൻസ് ചെയ്ത ഭയങ്കര റയർ ആയിട്ട് നമ്മൾ കാണാറുള്ളൂ അല്ലേ? അതിന്റെ ഒരു ഭംഗി നല്ല പോയിന്റ് ആയിരുന്നു. ഞാനും മോളും കൂടാണ് അല്ല, ഞങ്ങൾ വേറെ നമ്മള് ശരിയാക്കാനാണ് ഇവിടെ ഈ ഒരു പരിപാടി വെച്ചത് അല്ലേ? പാട്ട് പാട്ട് വെച്ചോ. അല്ല ഞങ്ങൾക്ക് ഒരേ സമയം പിടിച്ചൂടെ? അല്ല ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഹരിച്ചോടെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, മോനാണെങ്കിൽ അടിപൊളിയായിട്ട് കവിത ചൊല്ലുന്നാ പറഞ്ഞേ. നമുക്കൊരു 2 കവിത കേട്ടാലോ? ഇരുളിൽ മഹാനൃത്തയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിത പീലി തന്നു നിന്റെ ചിറകിനാകാശവും നീ തന്നു നിന്റെ ആത്മശിഹരത്തിലൊരു കൂട് തന്നു ആത്മശിഹരത്തിലൊരു കൂട് തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിധം താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചു അപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിധം താരാട്ടു തളരുമ്പോഴും കനിവിനൊരു കല്ല് കനിമധുരം ആവുമ്പോഴും കാലം വിടരുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം ഉരുത്തിരിക്കുന്നു നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. പഠിപ്പിച്ചെന്നേ മാവയ്ക്ക്? അച്ഛനെ കുറിച്ച് മോളോട് അതെ, അച്ഛനെ കുറിച്ച് മോളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുമെന്നാ പറഞ്ഞേ. ഈ അച്ഛൻ ഈ സ്ക്രീനിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണോ വീട്ടിലും? ആണോ? ദേഷ്യപ്പെടുവോ? ഇല്ല, ഭയങ്കര കൂൾ ഡാഡിയാണോ? അതെ. ആണോ? ആ, പക്ഷെ നമുക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു കാര്യം പറയാനുള്ളൂ. വിഷമമാണ്. ഈ പ്രവചനങ്ങൾക്കും വാദങ്ങൾക്കും ഇടയിലാണല്ലോ ഇവരുടെ ജീവിതം. വീട്ടില് അച്ഛനാണ് അമ്മ, അമ്മയാണ് അച്ഛൻ. കുഞ്ഞെന്താ ഉദ്ദേശിച്ചേ? കുഞ്ഞെന്താ ഉദ്ദേശിച്ചേ? അവൾ ഉദ്ദേശിച്ച കാര്യം, ഈ ഞാനാണ് ഇവളോട് ശാരീരികമായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകൾ ഉള്ളത്, അവരൊരു പെൺകുട്ടിയോട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം, അപ്പൊ നമ്മൾ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. കാരണം അവളുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും അവൾ വന്ന് എന്നോട് പറയാം, അച്ഛാ എങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ലെവലിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ. അല്ല, ശരിക്കും ഇത് ചില ജെൻഡർ റോൾസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം, ഇത് അമ്മ ചെയ്യേണ്ട കാര്യം, അച്ഛൻ ചെയ്യേണ്ട കാര്യം. പക്ഷെ അല്ല, സബിതയ്ക്ക് പറഞ്ഞു കൊടുക്കാനേ ചെറുതിലെ കൊച്ചിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമോ എന്നൊരു മടി എന്നോട് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മടിയുടെ ഒരു ആവശ്യമില്ല. ഞാൻ കൃത്യമായി അവളോട് പറഞ്ഞു കൊടുക്കും, മോളെ ഇങ്ങനെയൊക്കെയാണ്, ശാരീരികമായ മാറ്റങ്ങൾ ഇങ്ങനെയാണ്, സമൂഹത്തോട് പലതരത്തിലുള്ള ആളുകളുണ്ട്, അവരിങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യും,
നമ്മൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. ഡെയിലി സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ 1 മണിക്കൂർ ഇരുന്ന് മുഴുവൻ കാര്യങ്ങളും അന്ന് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, എങ്ങനെയാണ് സംസാരം എന്ന് 1 മണിക്കൂർ കൃത്യമായി ചോദിക്കും. ഈ 1 മണിക്കൂർ എനിക്ക് വീട്ടില് തൂക്കണം, പാത്രം കഴുകണം, ചായ ഇടണം, തുണി അലക്കണം, ഇമാതിരി പരിപാടികളും കൂടെ ഉണ്ട്. അതെന്താണ് ആ സമയം തന്നെ ആ 1 മണിക്കൂർ തന്നെ സെലക്ട് ചെയ്തെടുത്തത്? ആ 1 മണിക്കൂർ തന്നെ പണിക്ക് സെലക്ട് ചായ ചേട്ടാ എനിക്ക് പറഞ്ഞിട്ടല്ലേ പറ്റൂ. ബാക്കി മുഴുവൻ മണിക്കൂർ ആരാ പണിയെടുക്കുന്നുള്ള മനസ്സിലായി. അപ്പൊ ഒരു കുഞ്ഞു ടാസ്ക് നമ്മള് മോൾക്ക് കൊടുക്കാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കും. കുട്ടികൾക്ക് 2 പേർക്കും ഈ പറയുന്ന കാര്യം അച്ഛനാണോ അമ്മയാണോ എന്നുള്ളത് പറഞ്ഞു തരണം ഞങ്ങൾക്ക്. റെഡിയാണോ? ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരം അച്ഛൻ എന്നാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ഇങ്ങനെ കാണിച്ചു തരണം നമുക്ക്. ഇവിടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ അമ്മയെ കാണിച്ചു തരണം. പക്ഷെ അശ്വതി വീട്ടിൽ അച്ഛൻ അമ്മ അമ്മ അച്ഛനും അല്ലേ? അപ്പൊ ഹരി പേരിട്ടാ മതി. ഹരി അല്ല, നീ പടം കണ്ടു പറഞ്ഞാ മതി കേട്ടോടാ. ആദ്യത്തെ ചോദ്യം, വീട്ടിൽ നല്ല കോമഡി പറയുന്ന ആരാ? അച്ഛനാണ് കോമഡി. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇവരിൽ ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഓ, 2 പേർക്കും അച്ഛനാണ് ബെസ്റ്റ് ഫ്രണ്ട്. വീണ്ടും നമ്മളെ തോൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത കൂടെ നോക്കട്ടെ. ഇനി പാട്ട് മത്സരം കൂടെ ഉള്ളൂട്ടോ. ഒരു സീക്രട്ട് ഉണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ആരോടായിരിക്കും? സ്കൂളിലെ സീക്രട്സ് ഒക്കെ ആദ്യം പറയുന്ന ആരോടായിരിക്കും? ആയല്ലോ. അല്ലല്ല, ഒരു ഭീഷണി ഉണ്ടായിരുന്നു അപ്പുറത്ത്. പാവയ്ക്കൊന്നും അറിയില്ല. അവൻ ചേച്ചി കാണിക്കുന്ന പോലെ തന്നെ കാണിക്കാം. കോപ്പി പേസ്റ്റാ. ഈ ക്വസ്റ്റ്യൻ മാറ്റണം അശ്വതി. ഈ ക്വസ്റ്റ്യൻ വേണ്ട. ഈ രഹസ്യം ആ കുഞ്ഞു അവക്ക് എന്ത് രഹസ്യം? അവന് അയ്യോ, ചോദിച്ചോ. സ്കൂളിൽ ലൈൻ വല്ലതും ഉണ്ടോ മോനെ? ഉണ്ട്. എന്താ പേര്? ആരാധ്യാജി. ഇവിടെ ഏറ്റവും വലിയ കോമഡി കേട്ടോ. ഞാനാ പോയി വിളിക്കുന്നേ വണ്ടി കയറി. അച്ഛാ, ഇന്നൊരു വലിയ രസം ഉണ്ടായ ഞാൻ കൊച്ചിന്റെ അഭിമാന പ്രശ്നമല്ലേ? ഇല്ല, പറയത്തില്ല. ഇല്ല, പേടിക്കണ്ട. ഇല്ല, ഡാറ്റൊന്നും പറയത്തില്ല. അച്ഛൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, സീക്രട്സ് ഒന്നും പറയത്തില്ല. നിങ്ങളെ വഴക്ക് പറയുന്ന ആരാ കൂടുതൽ? നല്ല ഉത്തമയായ അമ്മ. ഇതുപോലൊരു അമ്മ എവിടെയെങ്കിലും കിട്ടും? അതാ അമ്മമാരാവുമ്പോ ചിലപ്പോൾ വഴക്കൊക്കെ പറയും. തീർച്ചയായിട്ടും. ലാളിച്ചാ മാത്രം പോരല്ലോ. നടന്നിട്ട് വീട്ടില് ഇന്ന് നാളെ മുതൽ കുട്ടികൾക്കുണ്ടാകുന്ന ക്രൂരമായ പീഡനങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്. വീട്ടില് സത്യം എന്റെ ആവശ്യമുണ്ടോ? ശിവാനി, വീട്ടിൽ തുണി അലക്കുന്നതാരാ? തുണി അലക്കുന്നതാരാ? പാത്രം കഴുകുന്നതാരാ? മുട്ടടിക്കുന്നതാരാ? പാവം അമ്മ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഇതിനിടയ്ക്ക്. ഇതെല്ലാം കേട്ടിട്ട് കോമഡി പറയുന്ന ആളാരാ? ഓക്കെ, എന്തായാലും പിള്ളേര് അടിപൊളിയായിട്ടുണ്ട്. പിള്ള മനസ്സിൽ കള്ളമില്ല. ഇവര് പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും സംഭവം പാളിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇല്ലല്ലോ, അവര് ഭയങ്കര ജനുവനായിട്ട് ആൻസർ പറഞ്ഞു. നല്ല കുട്ടികള്. ഇവര് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഫാമിലി എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനും ഉണ്ട്. വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ലവ് നമുക്ക് അവരെയും കൂടി വേദിയിലേക്ക് വിളിക്കാം അല്ലേ? ഇത് എന്റെ അമ്മയാണ്. അമ്മയുടെ പേര് സരസമ്മ എന്ന. അച്ഛൻ മരിച്ചുപോയി 1.5 വർഷമായി. അപ്പം ശരിക്കും ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനൊരു ഫ്ലോറിൽ വരുന്നത്. ഇങ്ങനൊരു ഫ്ലോറിൽ മാത്രമല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഈ ഫംഗ്ഷനുകളിലൊക്കെ പോകാൻ വലിയ മടിയാണ്. അപ്പൊ കല്യാണങ്ങൾക്കൊന്നും വിളിച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു ദിവസം സബിത എന്നോട് പറഞ്ഞത്, അച്ഛൻ മരിച്ചതുകൊണ്ട് കല്യാണത്തിന് പോയാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി. അപ്പൊ ഞാൻ അതിന് പിറ്റേ ദിവസം കണ്ടൊരു കല്യാണത്തിന് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് പൊക്കോണം, പോയേ പറ്റുള്ളൂ. ആരാണ് പറയുന്നത് വെച്ചാൽ അത് എന്നോട് വന്ന് പറയണം, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പൊ അമ്മയുടെ ഒരു രീതി, ഇവിടെ വരാൻ ഇതേ മടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. കാരണം അമ്മ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് പത്തനാപുരം ടൗണിൽ പോലും പോകാൻ അറിയാത്ത ഒരാളാണ്. കാരണം എല്ലാം അച്ഛൻ ചെയ്തു കൊടുക്കുമായിരുന്നു. മുഴുവൻ കാര്യങ്ങളും അമ്മയ്ക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, ഒരു ബസ് പിടിച്ച് അടുത്ത ബസ്സിൽ കയറി പോകേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എല്ലാം അച്ഛൻ ചെയ്തു കൊടുത്തു. പെട്ടെന്ന് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഏകാന്തതയുണ്ട്. പിന്നെ അമ്മയ്ക്കൊരു ഭീതിയാണ്, ഇങ്ങനെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ ഫംഗ്ഷനുകളിൽ പോയ പ്രശ്നമാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുണ്ട്.
അമ്മ ഞങ്ങളാണ് ഇങ്ങനെ കാണാൻ നോക്കിയിരിക്കായിരുന്നു. നമുക്ക് എന്ത് സന്തോഷമായെന്ന് അറിയോ ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് വന്നപ്പോ. ഇന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങി എല്ലാരും കണ്ടപ്പോ ഒരു സന്തോഷമൊക്കെ ഇല്ലേ? സന്തോഷല്ലേ? ഞങ്ങക്ക് ഭയങ്കര സന്തോഷാ. പിന്നെ നാട്ടുകാരെന്ത് പറഞ്ഞാൽ നമുക്ക് എന്താ അല്ലേ? ഞാൻ എങ്ങും പോകത്തില്ല. ആണോ? അല്ല ഇവര് ഈ TV സ്ക്രീനിൽ കാണുമ്പോ എങ്ങനെയുണ്ട്? കാണാറുണ്ടോ? ആണോ? ഇതിന് രസമുണ്ടോ? അമ്മ ഇത് കണ്ടിട്ട് ചിരിക്കുകയാണോ ചെയ്യാ? രസമേ ഉള്ളല്ലോ. വീട്ടിൽ വരുമ്പോ വല്ല പറഞ്ഞു കൊടുക്കാറുണ്ടോ? വഴക്ക് പറയാറുണ്ടോ? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറയാം. ഡാൻസ് കണ്ടു, ഇഷ്ടമായോ? ഡാൻസ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ ഒരു മകനേ ഉള്ളോ? നല്ല, എനിക്ക് 3 ആൺമക്കളുണ്ട്, 3 മക്കളും ഉണ്ട്. 3 പെൺമക്കളും ഉണ്ട്, അതിന് 4 കൊച്ചുമക്കളും ഉണ്ട്. ഇന്ന് വരെ പെൺമക്കളില്ലാത്ത ദുഃഖം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു പെൺമക്കൾ ഇല്ലല്ലോന്ന്. പക്ഷെ ആ ദുഃഖം എനിക്ക് ഈ മക്കളിൽ നിന്നുണ്ടായിട്ടേ ഇന്ന് വരെ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹരിബ്രദറിന്റെ വക്കീല് പറഞ്ഞു, അച്ഛനെ, അതായത് ഹരിയുടെ അച്ഛനെ സ്വന്തം അച്ഛനേക്കാൾ അധികം അല്ലേ വലിയ കാര്യം അത്. അതാ എനിക്ക് കൂടുതൽ ദുഃഖം, അതേ ഉള്ള എനിക്ക് ദുഃഖം. പിന്നെ ഹരിയുടെ കാര്യത്തിലും ഉണ്ട് ദുഃഖം. അവനിപ്പോഴും ഒരു വീട് ശരിയായിട്ടില്ല, ആ ഒരു ദുഃഖമേ ഉള്ളൂ. എല്ലാവർക്കും വീട്, മൂത്ത മോനും പിന്നെ ഇളയ മോനും ഒക്കെ ഒരു വീടുണ്ട്. പക്ഷെ ഇവൻ ഇന്ന് വരെ ഒരു വീട് ശരിയായിട്ടില്ല. എത്ര വയസ്സുണ്ട്? 43. 51 വീടില്ല. 51 ഉണ്ട് എനിക്ക്, വീടാകുന്നേ ഉള്ളൂ. ഇവനൊരു വീട് വെച്ച് 2 ദിവസമെങ്കിലും ഇവരുടെ നല്ല വീട്ടിൽ കിടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പ്രവചിക്കട്ടെ, അടുത്ത വർഷം ആരോണം റെഡിയാവും. ഈ ഫ്ലോറിൽ വെച്ച് ഇങ്ങനെ അമ്മ പറയുകയും ചേട്ടൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ ആഗ്രഹം എത്രയും വേഗം സാധിച്ചു കൊടുക്കാൻ ഞാനും തീരുമാനിച്ചു. 2023 ചിങ്ങം വരെ പോകത്തില്ല, നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു വീട് പാലുകാച്ചി നടത്തി. അച്ഛന്റെ അച്ഛനും ജ്യോത്സ്യനായിരുന്നു. പക്ഷെ ഇവൻ ജ്യോത്സ്യം ചെയ്തോണ്ടിരിക്കലേ ഇവൻ നേരെ എതിരായിട്ട് ഈ പൂജയും മന്ത്രവാദവും അതിനെതിരായിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുത്, നിനക്ക് ശത്രുക്കൾ കൂടും. കാരണം ഇവന്റെ ഫോൺ മൊത്തം ഞാനാ എടുക്കുന്നേ. ചില ദിവസങ്ങളിൽ ഓരോരുത്തരൊക്കെ ഓരോന്ന് പറയും ഇവൻ ഇങ്ങനെ പറയുന്നതിന്. അന്നേരം ഞാൻ ഇവനോട് പറയും, നീ ഇങ്ങനൊന്നും പറയാൻ നിക്കല്ലേ എന്ന് പറഞ്ഞ. അന്നേരം ഇവൻ എന്നോട് പറഞ്ഞ മറുപടി, അമ്മ ഇനി ഒരു സമയത്ത് അമ്മ എന്നോട് ഇത് തിരിച്ചു പറയേണ്ടി വരുമെന്ന്. സൂക്ഷം പോലെ ഇപ്പൊ നരബലി വന്നപ്പോ ഇവൻ എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ അച്ഛനെയും കൊണ്ട് പ്ലെയിനെ കയറണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ദിവസം അച്ഛൻ അപ്പുറത്തിരുന്നിട്ട് ഒരാളോട് പറഞ്ഞു, ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാൻ ഭാഗ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം അച്ഛൻ ഈ വിമാനത്തെ നിന്ന് ഇറങ്ങിയാ മതിയേ എന്ന് പറയുന്നത് പോലെ ഞാൻ വിമാനത്തിൽ കൊണ്ടുപോയി. അച്ഛനെ അറിയിക്കാതെ, ഞങ്ങളെ എല്ലാരും കൂടെ ഇവൻ അറിയിക്കാതെ കൊണ്ടുപോയി. എപ്പോഴും അച്ഛനെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകൾ. ഞാനും അച്ഛനും കൂടെ ഭയങ്കര ഒരു സുഹൃത്തുക്കളുടെ കൂട്ടാ. ഞാനും അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു ടൂറ്. എവിടെങ്കിലും നേരം വൈകുന്നെ പറയും നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കും, ഇവൻ കൊണ്ടു നടക്കും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ അമ്മയെ കണ്ടതിലും ഇത്രയും പരിചയപ്പെടാൻ പറ്റിയതിലും. ഇനി നമുക്ക് നമ്മുടെ സബിത ചേച്ചിയുടെ അച്ഛനുണ്ട്. ഇത് എന്റെ അച്ഛൻ. നമസ്കാരം. അച്ഛന്റെ പേര് മോഹൻദാസ് എന്നാണ്. അമ്മ മരിച്ചിപ്പം 9 വർഷമായി മരണപ്പെട്ടു പോയിട്ട്. ബാക്കി അച്ഛൻ പറയും. ഇതാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇവള് BA കഴിഞ്ഞിട്ട് LLBക്ക് പോയി. പിന്നീട് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എവിടെ നിനക്ക് പ്രാക്ടീസിന് പോകണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എനിക്ക് ഒന്നുകിൽ തിരുവനന്തപുരത്ത് പോകണം അല്ലെങ്കിൽ പുല്ലൂർ പോകണം. അപ്പം നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജാഫർ ഖാനെ പരിചയപ്പെടുത്തി. അങ്ങനെ അവിടെ പ്രാക്ടീസിനുണ്ടാക്കി. 2-3 വർഷം വരെ അവരുടെ പ്രാക്ടീസ് 5 വർഷം കൊണ്ടാണ് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഒരു 3-4 പേര് മാറി സെപ്പറേറ്റ് ഓഫീസ്. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് കാശ് വേറെ വെളിയിൽ പോകുന്നുണ്ടായിരിക്കും. അവള് പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ഓഫീസ് വേണം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് ഓഫീസ് ഇട്ട് ഇപ്പൊ അതിന്റെ സ്റ്റാഫുകളും സാമാന്യം നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ തിരക്കിടത്തോളം കൊല്ലൂർ കോടതിയിൽ
ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ലേഡീസിന്റെ കൂട്ടത്തില് അങ്ങനെയാണെന്നുള്ളതാണ് എന്റെ അറിവ്. പിന്നെ അഡ്വക്കേറ്റിനുള്ള ഒരു ക്വാളിറ്റി ഉള്ളത് ഇവക്ക് കുട്ടിക്കാലത്തെ ഉണ്ട്. അതായത് നുണ പറയുക. നുണ പറയുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതില് PG എടുത്താൽ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഇതിലൊരു അഗ്രഗണ്യാണ്. എന്റെ സഹോദരിമാർ, എനിക്ക് 2 സഹോദരിമാരുണ്ട് കേട്ടോ. 2 സഹോദരിമാർ, 2 പേര് ടീച്ചേഴ്സാണ്. അവളുമാര് കുട്ടിക്കാലത്തെ ഇവള് പറയുന്നത് കേട്ടിട്ടുണ്ടോ, അണ്ണ ഇത് ആവർത്തനം കൊണ്ട് ശക്തി കൂടുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അയ്യോ, ഈ പിള്ളേർ വന്ന് കൂടെ ഇങ്ങനെ പറയും, അണ്ണാ എന്തൊരു നുണ പറച്ചിലുണ്ടോ, എന്തൊരു നുണ പറച്ചിൽ. അത് പറഞ്ഞങ്ങ് ഫലിപ്പിക്കുകയാണ്. അതിനകത്ത് പിന്നെ മറ്റേ ശകലം പോലും കളങ്കമില്ലാത്ത രീതിയിലാണ്. അങ്ങനെ ഈ പിള്ളേർ കൂടെ എന്ന് പറയും, അണ്ണാ ഇത് എന്തൊരു നുണ പറച്ചില്ല. അപ്പോഴും എന്റെ ഇളയ സഹോദരി പറഞ്ഞ് ഇവിടെ വക്കീലിനെ പറഞ്ഞയക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴ് ഏതായാലും ഈ ആവർത്തനം കൊണ്ട് തുടങ്ങി പിള്ളേരെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടെ അവസാനം വക്കീൽ തന്നെ ആവി. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാരും നമ്മൾ വിളിച്ചപ്പോ ഈ വേദിയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. അമ്മയെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്കൊന്ന് വരണം കേട്ടോ. ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം സ്റ്റെബിൻ ആൻഡ് വിനീഷ. അപ്പൊ വീട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇത് ഈ സ്കൂളില് പേരന്റ്സിനെ വിളിച്ചോണ്ട് വരുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോ? ശരിക്കും നമ്മള് ഈ സ്കൂളിലൊക്കെ നമ്മൾ പേരന്റ്സ് വിളിക്കുമ്പോ നമുക്കാണ് ടെൻഷൻ, ടീച്ചേഴ്സ് പേരന്റ്സ് വിളിക്കുമ്പോ. ഇപ്പൊ അവരെ വിളിച്ചപ്പോ അവർക്കാണ് ടെൻഷൻ. ആണോ? അവർക്ക് അങ്ങനെ വേണോ? നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം അല്ലെ? അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്റ്റെബിന്റെ ഫാമിലിയെ. അപ്പോ നമ്മുടെ ഞാനും എന്റെ ആളും കുടുംബത്തിലേക്ക് ഈ കുടുംബത്തിന് സ്വാഗതം. അപ്പൊ സ്റ്റെബിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക എല്ലാരെയും. പരിചയപ്പെടുത്തപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇത് എന്റെ അപ്പച്ചൻ. അപ്പച്ചൻ കൃഷിക്കാരനാണ്. ഞങ്ങളെ ചെറുപ്പം മുതൽ ഞങ്ങളെ ഒരുപാട് അധ്വാനിച്ച് വളർത്തി. ഇപ്പോ കൃഷിയൊന്നും ചെയ്യുന്നില്ല, ഞങ്ങള് അധ്വാനിച്ച് അവരെ നോക്കുന്നു. അത് അമ്മ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അനിയന്റെ ഭാര്യ, അത് അനിയൻ. പിന്നെ ഇത് എന്റെ അങ്കിളാണ്, അമ്മയുടെ മൂത്ത ചേട്ടൻ. ഈ അങ്കിളാണ് അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്റ്റെബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ പോണ കാലം തുടങ്ങി പുള്ളി ഇങ്ങനെ പയ്യെ ഇങ്ങനെ കലാപരിപാടി ഒന്നും ഇല്ല പുള്ളിക്ക്. കലാപരിപാടി കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ശരിക്കുള്ള പരിപാടി ശരിക്കും എന്തായിരുന്നു പരിപാടി പുള്ളിയുടെ? സ്കൂളിൽ പോകും, കൂട്ടുകാരുടെ കൂടെ നടക്കും, പഠിക്കും. പഠിക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്നാലും നമ്മുടെ ഒരു ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് പോയതാ. സ്കൂളിൽ നിന്ന് ഇതുപോലെ വിളിപ്പിക്കുമായിരുന്നോ? അങ്ങനത്തെ സ്വഭാവം, അത് വളരെ ഡീസന്റ് സ്വഭാവം. ഉന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്നത് തന്നെ എനിക്ക് നേടണം അങ്ങനെ ഒരു ചിന്താഗതി ഒന്നുമില്ല. ഒരാളുടെ പൈസ പോലും പറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതൊന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. സ്റ്റെവിൻ ആകെ വാശി പിടിച്ചത് ഇന്നത് വേണമെന്ന് പറഞ്ഞത് വിനീഷയുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല, അത് എനിക്കും അറിയാൻ വേണ്ടായില്ല സത്യത്തിൽ. ഈ ഇവൻ പഠിക്കണ കാലത്ത് തുടങ്ങി ഏത് പെമ്പിളരെ കണ്ടാൽ നീ ഒന്ന് ഓടി പണിയെന്ന് പറഞ്ഞുകൊണ്ട് പോവുള്ളൂ. അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. പക്ഷേ 10-28 വയസ്സായപ്പോ ഇങ്ങനത്തെ ഒരു വയ്യാവേലി ചെന്ന് ചാടുമെന്ന് എനിക്ക് വിചാരമുണ്ടായില്ല. അശ്വതി വിനീഷ തുള്ളിച്ചാടുവാ. അപ്പൊ അറിഞ്ഞപ്പോ എന്തായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ? എന്നോടൊന്നും പറഞ്ഞില്ല. വീട്ടിൽ മറ്റെല്ലാവരും അറിഞ്ഞ് അവരുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞ് അവസാനം മുമ്പിൽ എന്നോട് പറയണേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അത് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, തന്നോളായ താൻ എന്ന് പറയണോന്നുള്ള പറഞ്ഞേക്കണേ. അപ്പൊ അവൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണക്കൂട്ടണം. അപ്പച്ച മഞ്ഞപ്പുറല്ലേ? മഞ്ഞപ്പുറല്ലേ? അത് മഞ്ഞപ്പുറ. ഇന്നലെ പന്നിയിറച്ചിയൊക്കെ മേടിച്ചോ? ഇന്നലെ പോരെ. എന്തായാലും എനിക്ക് വേറെ കാര്യം തോന്നുന്നത് വലിയ കാര്യമല്ലേ നമ്മുടെ ഫാമിലിയെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു, കാരണം അപ്പനമ്മ മരിച്ചുപോയി. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് ആളുകൾ കാണാൻ അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. വളരെ വലിയ കാര്യം. ഞാനും എൻ്റെ ആളിന്റെ ഒരുപാട് നന്മകളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നന്മയായിരിക്കും ഇത്.
പിന്നെ അതുപോലെ ചാച്ചനെ ഞങ്ങൾ മറക്കില്ല കേട്ടോ. നമ്മൾ അതെ അമ്മാവൻ. അതായത് അന്ന് ഇത് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അന്യച്ചാര് ചോദിച്ചത്രേ. അപ്പൊ അവരുടെ കാര്യം ഓക്കെ അല്ലേ? അപ്പൊ എന്റെ എങ്ങനെയാണ്? അല്ല അവരും ഇതുപോലെ പ്രണയിച്ച് കല്യാണം കഴിച്ച ആണല്ലേ? അല്ല നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഉത്സാഹ കമ്മിറ്റി ആയിട്ടുള്ള ഒരു അമ്മയുടെ ആങ്ങളെ ഉണ്ടാവും. അങ്ങനെ ഒരു അമ്മയുടെ ആങ്ങളെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പയാവും. അല്ല ഒട്ടുമിക്ക ആൾക്കാർ നല്ലവരായിരിക്കും. ഒരു ഉത്സാഹ കമ്മിറ്റി അത്യാവശ്യം രണ്ടെണ്ണമൊക്കെ അടിച്ച് അല്ലേ? ഇതിപ്പോ അമ്മയുടെ ആങ്ങളെ വരാൻ കാരണം വെച്ചാൽ ഇത് സക്സസ് ആയി പോണോണ്ടാ. ചിലതൊക്കെ ചീറ്റിപ്പോയി ഏരിയ വരൂല പിന്നെ. അപ്പൊ പറയൂ, എന്തായിരുന്നു അന്ന് രാത്രി ഇപ്പൊ തന്നെ വിളിച്ചൊരു തീരുമാനമാക്കും എന്ന് തീരുമാനം എടുക്കണ്ടായി? കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ ആവേശത്തിന് പുറത്താണോ? അല്ല, ആവേശത്തിന് പുറത്തല്ല. ഇന്ന് പെങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ പെങ്ങളുടെ ഇടയ്ക്ക് പറയാറുണ്ട്, ചെറുക്കൻ പ്രായമല്ലോ, ഇവനെ കെട്ടിക്കാൻ നിങ്ങളൊന്നും നോക്കുന്നില്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി ചേട്ടനൊന്ന് പറഞ്ഞു നോക്കുന്നു പറയണം. ഇപ്പൊ ഇവന്റെ അടുത്ത് പറയുമ്പോ അച്ഛൻ എന്താ പറയണേ, ഞാൻ വല്ലോടത്ത് എവിടെയെങ്കിലും സ്വന്തമായിട്ട് നടന്നോട്ടെ, വെറുതെ എന്നെ തല കുരിശുണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലടാ, ഒരു സമയാസമയങ്ങളിൽ നടന്നു പോണം, അല്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ എടവപ്പള്ളിയിലെ തിരുനാളിന്റെ അവസാനത്തെ ദിവസം ഞങ്ങൾ ഈ ഓരോ ഫംഗ്ഷനുകൾക്ക് ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് ആയിക്കോട്ടെ ഈസ്റ്റർ ആയിക്കോട്ടെ എല്ലാവരും കൂടി കൂടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ കൂടി എനിക്ക് ഈ സമയത്ത് ഇവന്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ സൂചിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റോസിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചോദിക്കണോട്ടാ ഇവൻ പറയോ പറയില്ലെന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പ്രായമൊക്കെ എത്രയായില്ല, എന്തെങ്കിലും നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്ന് പിന്നെ അന്ന് എപ്പിസോഡിൽ പറഞ്ഞ പോലെ വീശി എന്റെ ഒരു പവറും ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോ ഏതാണ് ബ്രാൻഡ് സാറിന് ഇതിൽ ഞങ്ങൾ കഴിക്കുന്നത് ഒരു മീഡിയം കണ്ടീഷനുള്ള സാധനം. അങ്ങനെ സ്റ്റെബിന്റെ അടുത്ത് പറഞ്ഞു, സ്റ്റെബിനെ പറയ കാര്യം എന്താന്ന് വെച്ചാൽ പറയാം, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ പപ്പയോടും അപ്പച്ചനോടും അമ്മച്ചോടും ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നോട് പറ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കണക്കിന് ഇവനെ ലെവലിലാക്കി കഴിയുമ്പോഴാണ് വിനീഷയുടെ കാര്യം പറയുന്നത്. വിനീഷയുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, അച്ചാച്ചാ ഹിന്ദു ആണ്. ഞാൻ പൊന്നെ ചതിച്ച. ഇതിപ്പോ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഇവന് എല്ലാം ചെയ്യാതെ പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാരും കൂടി എന്നെ പഞ്ഞിക്കിടല്ലോ എന്ന് വിചാരിച്ചു ഞാനാകെ പണിയായി. ഞാൻ എടാ ഇത് എങ്ങനെ പോവും? അതാ ചേച്ചി സംസാരിക്കും. മൊബൈല് വിളിച്ച എന്റെ കയ്യിലേക്ക് മൊബൈൽ വന്നു. എന്റെ പിതാവ് എന്റെ കണ്ണുകളിൽ പോയി. ഞാനിപ്പോ ഒരാളായിട്ട് ഒരു പരിചയമില്ല ഒന്നുമില്ലാത്ത ആളോട് എന്ത് സംസാരിക്കാനാ? പക്ഷെ അന്ന് തോന്നുന്നുണ്ടായില്ല, അത് രാത്രി 2 മണിക്ക് എന്നോട് മുറിയിൽ പൊക്കോളാൻ പറഞ്ഞു, ഞാൻ കേൾക്കാണ്ടിരിക്കാൻ. അപ്പച്ചനെ പുറത്തേക്ക് വിട്ടു, നല്ല കാര്യങ്ങളും പറയുള്ളൂ. അങ്ങനെ വിനീഷയ്ക്ക് വിളിച്ച് പറഞ്ഞോണം രണ്ടാമത്തിന്റെ പവർ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വിനീഷയോട് ചോദിച്ചു, വിനീഷ എന്ന് പേര് പറഞ്ഞു എന്റെ അടുത്ത്. വിനീഷ, സ്റ്റെവിനൊരു കാര്യം വേണ്ടല്ലോ, എന്തായാലും സംഭവം എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞു, സത്യമാണാ വേഷം കേട്ടാണാ എന്ന് പറഞ്ഞു. എല്ലാം സീരിയസ് ആണ് എന്ന് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ 2 കാശാണ്, വീട്ടിൽ സമ്മതിക്കുവോ? വീട്ടിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ ഒരു സൈഡ് ഓക്കെ ആയി. ഇനി അടുത്ത അതിനേലും വലിയ കുരിശാളുകൾ ഇവിടെ നിൽക്കണേ, ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാട്. അങ്ങനെ അപ്പൊ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിറ്റേ ദിവസം ഇളയ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടൻ അന്ന് വെള്ളടിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ ഏറ്റല്ല, ഈ വീട്ടുകാരോട് എന്ത് പറയുമെന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റെബിനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയാണ്. സ്റ്റെബിനെ സംഗതി കുഴപ്പമാവുക? അല്ല നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചോ ഇവൻ ചിലപ്പോ തമാശയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇളയ പെങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ലടാ അവള് സീരിയസ് ഒന്നല്ല, സംഗതി ഇവൻ വെറുതെ പറഞ്ഞാന്ന് തോന്നണേന്ന് പറയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പെങ്ങളെ വീട്ടിൽ ചെന്നപ്പോ പെങ്ങള് പറഞ്ഞു, ഇവൻ കല്യാണങ്ങള് കുറെ വരുന്നുണ്ട്, ഒന്നും സമ്മതിക്കണില്ല എന്ന് പറയാണ്. ഞാനിതുപോലെ ബൈ ചാൻസ് ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടനൊന്ന് ചോദിക്ക് എന്താന്ന് കാര്യം എന്താന്ന് പറയാൻ പറയണം. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഇവനിവിടെ ഉണ്ട്. എന്നെ കണ്ട വഴിയുള്ള ആ സ്റ്റാൻഡ് വിട്ടു. ഞാൻ പറഞ്ഞു, റോസി പെങ്ങള് പറഞ്ഞു പോയിട്ട് വേമ്പോ അച്ചാച്ചനൂടെ ഉണ്ട്, നീ പോയിട്ട് വേമ്പോ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി വന്നപ്പോ ആളെ ഞാൻ പതുക്കെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താ പ്രശ്നം, കാര്യം പറയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ചാച്ചാ അത് ഞാൻ വാക്ക് കൊടുത്തു, ഇനിയിപ്പോ അത് വാക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങള് അത് നമ്മുടെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. അവസാനം വിളിച്ചു, വിനീഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ സംഭവം കേൾക്കണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വല്ലതും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടായിയുടെ സ്വഭാവമൊക്കെ നിനക്കറിയാമോ? എല്ലാ സ്വഭാവവും എനിക്കറിയാമെന്ന്. ഞാനെന്ന് പറയണ്ടേ, മമ്മി എടുത്ത് ചോദിക്കട്ടെ,
എന്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ? എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഭയങ്കര നെഞ്ചുവേദന വന്നു, വിഷമായിരുന്നു. സ്വാഭാവികം. അവള് കുറച്ച് ദിവസം പള്ളിയിലായിരുന്നു കണ്ടിന്യൂസ്. അപ്പൊ എങ്ങനെയാ 2 കാസ്റ്റ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് ചേരുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് ഇതിൽ നമ്മുടെ ഇതിലേക്ക് ചേർന്നോളാന്ന് പറഞ്ഞേക്കണേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ ഭയങ്കര ഓക്കെ, നമുക്ക് അനിയനെയും വൈഫിനെയും കൂടെ പരിചയപ്പെടാം. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഞങ്ങളിപ്പോ 3 മാസം. പേര് പറഞ്ഞില്ല. എന്റെ പേര് ജോസഫ്, ഡെൽന. ജോസഫ് ആൻഡ് ഡെൽന, നിങ്ങളുടെയും പ്രണയ വിവാഹമാണ്? അങ്ങനെ അത്ര വലിയ പ്രണയം അല്ലെങ്കിലും ചെറിയ തോതിലൊരു പ്രണയം. വലിയ പ്രണയം, ചെറിയ പ്രണയം ഒക്കെ ഉണ്ട്. എല്ലാം പ്രണയം തന്നെ. തൂക്കമുണ്ടോ? അല്ല സ്റ്റെവിനെ ഇത് സ്മോൾ ആയിരുന്നോ ലാർജ് ആയിരുന്നോ? ഞാൻ സ്മോളാ, സ്റ്റെവിന ലാർജ്. എനിക്ക് പട്ടണത്തിൽ സുന്ദരന്റെ ദിലീപേട്ടന്റെ അവസ്ഥയാ. അത് ദിലീപേട്ടൻ പറയുന്നില്ലേ, ചേട്ടൻ ഇന്നും ചേച്ചിക്ക് സാരി മേടിച്ചു. ചേട്ടൻ ഇങ്ങനെ ആഴ്ചയിൽ സാരി മേടിക്കുകയും ബുള്ളറ്റിൽ കറങ്ങുകയും. എന്റെ കുടുംബജീവിതം ഇത്. ഇവര് ആഴ്ചയിൽ റിസോർട്ടുകാർ ഇവർക്ക് ഇങ്ങനെ പ്രൊമോഷന് വേണ്ടി വിളിക്കല്ലോ, അവർക്ക് 10 ദിവസം മുടക്കില്ല. ഇവർ ആഴ്ചയിൽ കറങ്ങാൻ പോകും. ഇവിടെ കണ്ടിട്ട് അവരവിടെ പോയി അവർ ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കി വെറുതെ യൂട്യൂബിലൊക്കെ ഇട്ട് ബാക്കിയുള്ളവന്റെ കുടുംബജീവിതം പറഞ്ഞു. നല്ലൊരു കമന്റ് ആയിരുന്നു. സ്റ്റെവിനെ അപ്പൊ എന്തായാലും ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതിലും പരിചയപ്പെടുത്തിയാലും ഭയങ്കര സന്തോഷം. അല്ല, എനിക്കല്ലേ സന്തോഷം. ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇവരെല്ലാരും വിളിച്ചു വരുത്താൻ പറ്റില്ല, എനിക്കല്ലേ സന്തോഷം. അല്ല, ഞങ്ങൾക്ക് പരിചയപ്പെട്ടാലും ഞങ്ങൾക്ക് സന്തോഷം. ശരിക്കും ഈ അപ്പച്ചനാണ് നല്ലൊരു കൈയടി കൊടുക്കേണ്ടത്. അദ്ദേഹം ഇത്രയും ഈ ഫാമിലിയെ ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി ആ മക്കളെയും മരുമക്കളെയും കൊണ്ട് നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതൊരു വലിയൊരു കൈയടി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് എനിക്കല്ല കൂടുതൽ തരണ്ടേ, എന്റെ വൈഫിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വല്ല തൊഴിൽ മേഖലയായിട്ട് ഇങ്ങനെ കാർഷിക മേഖലയിലായതുകൊണ്ട് പോവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയാനുള്ളത് കക്ഷിയോടാ. ആവശ്യമുള്ള കാര്യം മാത്രമേ എന്നെ അറിയിക്കുള്ളൂ, ആവശ്യമില്ലാത്തൊന്നും അറിയിക്കില്ല. അല്ല കേട്ടോ, ഒരു തിലകൻ ചേട്ടൻ പൊന്നമ്മ ചേച്ചി കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ. നിത്യക്ക് എന്താണ് ഈ ഫാമിലിയോട് പറയാനുള്ളത്? എനിക്ക് ഈ ഫാമിലി കണ്ടിട്ട് തോന്നിയത് ഈ ന്യൂജൻ ഒരു വൈബുള്ള ഫാമിലി എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഭയങ്കര ട്രഡീഷണലാ. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഇപ്പത്തെ ഒരു ന്യൂജൻ വൈബുള്ള മനസ്സാണ്. പിന്നല്ല, പൊളി. ചേട്ടാ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഞാൻ ഈ ഫുഡിന്റെ ആളായതുകൊണ്ട് നമ്മള് പോർക്കിൽ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്, വലിയ ഉള്ളിയാണ് ഇടുന്നത്? ചെറിയ ഉള്ളി. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോ 1 കിലോ പോത്തിന് 1/2 കിലോ ചെറിയ ഉള്ളി ഇടും. നല്ല അതിങ്ങനെ വഴറ്റിയിട്ട് നല്ലൊരു ഇളം കളർ വരും. അല്ല അവ ഞാനും പറയാം, ഉള്ളിക്കറിക്കാതെ ചെറുതായിട്ട് പോത്തിടും. പോത്തിട്ട ഉള്ളിക്കറി ഷാജിക്കറിയാം, ഷാജി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന. അത് ചെയ്താൽ മട്ടൺ ആണെങ്കിലും മേടിച്ചു നിങ്ങൾ ചെയ്തും ഒരു ഫാറ്റും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിത്യ ന്യൂജൻ ഫാമിലി പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രകടമായത് നല്ല ജീവിതാനുഭവം ഉള്ള ഒരു അപ്പച്ചൻ. അതുപോലെ തന്നെ പ്രണയിച്ചാണോ കല്യാണം കഴിച്ചേ? അന്ന് പ്രേമമില്ലായിരുന്നു. അമ്മ ചാടി പറഞ്ഞല്ലാതെ പ്രേമം എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. മുംതാസിന്റെ കാലത്ത് വരെ പ്രേമമുണ്ട്. മക്കള് അങ്ങനെ ആയതുകൊണ്ടാണോ എന്നോട് ചോദിച്ചേ? ഒരിക്കലും അല്ല. ഞാൻ ചോദിച്ചത് ആ രീതിയിൽ ചിന്തിക്കാൻ ഒരു പ്രണയമുള്ള ഒരു മനസ്സിൽ എപ്പോഴും ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഒരു നല്ല, അതായത് നമ്മൾ കൃത്യമായി ജീവിച്ചു പോകുന്ന ഒരു നേരും നിറയുമുള്ള സത്യസന്ധതയുള്ള ഒരു ഫാമിലി ആയിട്ട് അപ്പച്ചൻ അതിന്റെ കറക്റ്റ് അമരക്കാരനാ. കണ്ടാ അറിയാം, ഒരു ഇത്തിക്കണ്ടപ്പനാ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കുക്കറി ഷോയുടെ ഈ അധ്യായം അവതരിപ്പിക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഈ ഫാമിലിയെ കണ്ടതിൽ. അപ്പൊ ഈ സന്തോഷം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ചാച്ച നമുക്കൊന്ന് കാണണം. പെർഫെക്റ്റ് കപ്പിൾ ഓഫ് ദി ഡേക്ക് നമ്മുടെ ഡാസ്ലർ റേറ്റാണ് തരുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനൂപിനെ ദർശനയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇവരുടെ കുടുംബക്കാരെ പരിചയപ്പെടുകയായിരുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന മൊമെന്റ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മൾ ഈ ഷോ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് അതിലേക്കാണ് ഇത് എത്തുന്നത് എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ പ്രേക്ഷകരും അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമേറിയ പ്രമേയങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Till then, it's a bye from us.